സർ, ഡൽഹിയിൽ റാപ്പിഡോ ബൈക്ക് ഓടിക്കുന്ന ഒരാളുടെ അക്കൗണ്ടിലേക്ക് വൻതോതിൽ പണം എത്തുന്നു. ആ വൻതോതിൽ എന്ന് പറഞ്ഞാൽ കോടികളാണ് അക്കൗണ്ടിലേക്ക്. 331 കോടി രൂപ, 331.36 കോടി രൂപ. അതെങ്ങനെയായിരിക്കും സാർ എത്തുക? ഇതെങ്ങനെയാ എത്തിയെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇത് ഈ ബെറ്റിംഗ്, ഓൺലൈനിൽ ബെറ്റിംഗ് ഇല്ലേ, ക്രിക്കറ്റിന്റെ ഒക്കെ, അതിന്റെ അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇതിൽ ചെന്ന് ED മുട്ടിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുട്ടിയിരിക്കുന്നത്. ശിഖർ ധവാൻ, സുരേഷ് റെയ്ന അവരൊക്കെ ഇതിനകത്ത് വലിയ പങ്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണം വന്ന് ED അവരുടെ വീട്ടിൽ ചെന്ന് പരിശോധന നടത്തി. അപ്പോൾ നമ്മൾ ഞെട്ടി. നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന കുറേ വിഗ്രഹങ്ങളോട് ഉടഞ്ഞു പോകുന്നത്. സുരേഷ് റെയ്നയും ഒക്കെ ഇതിനകത്ത് പങ്കാളികളാണോ എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ശിഖർ ധവാൻ എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിൽ മികച്ച ഒരു ഓപ്പണർ ബാറ്റ്സ്മാനാണ്. അപ്പോൾ ഇയാളൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് പെട്ടുപോയെന്ന്? ഇത് ഈ പണ്ടോറാസ് ബോക്സ് പോലെയായി ഈ കേസ്. പണ്ടോറയുടെ പെട്ടി തുറന്നു എന്ന് പറഞ്ഞപ്പോഴേ പല അത്ഭുതങ്ങൾ സംഭവിക്കുന്ന പോലെ ഇത് ഓരോന്നിലും ഈ സുരേഷ് റെയ്നയും ശിഖർ ധവാനും ഒക്കെ ഇടപെട്ട ബെറ്റിംഗ് സംവിധാനം ഉണ്ടല്ലോ. അതെ, ആ സംവിധാനത്തിനെ പറ്റി കൂടുതൽ തിരക്കി ചെല്ലുമ്പോഴാണ് ഒരു പാവപ്പെട്ട ഒരു ദിവസം 500 രൂപ മാത്രം ഉണ്ടാക്കുന്ന ഈ റാപ്പിഡോ ബൈക്ക് ടാക്സി ഓടിക്കുന്ന ഡൽഹിയിലെ ഡ്രൈവറുടെ അക്കൗണ്ടിൽ. കാരണം എന്താന്ന് വെച്ചാൽ അയാൾ ബാങ്കിലൊന്നും അങ്ങനെ പോകുന്നില്ല, അത്രയും പൈസ ഇല്ല, വലിയ ട്രാൻസാക്ഷൻ ഇല്ല. അപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ 331.36 കോടി രൂപ പലപ്പോഴായിട്ട് വരികയും അത് വേറെ പല സ്ഥലത്തേക്കും ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം 336 കോടി രൂപ അക്കൗണ്ടിൽ കിടക്കുകയല്ല, ഈ അക്കൗണ്ടിലേക്ക് വരുന്നു. ഇത് ഉടനെ തന്നെ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു. ഇതിനൊരു കോൺഗ്രസ് ബന്ധവും കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അത് പറയാം. അതായത് ഈ അക്കൗണ്ടിൽ നിന്ന് ഈ 336 കോടി രൂപ വന്ന ഈ ബൈക്ക് ടാക്സി ഡ്രൈവറുടെ അക്കൗണ്ടിൽ നിന്ന് അടുത്ത നവംബറിൽ ഉദയ്പൂരിൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വിവാഹത്തിന് ഉള്ള 1 കോടി രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് പോയി എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ താജ് ആരാവല്ലി, ജയ്പൂരിൽ താജ് ആരാവല്ലിയിൽ ഹോട്ടൽ റിസോർട്ട്, താജ് റിസോർട്ടാണത്, താജ് ആരാവല്ലി. അവിടെ ഈ ആദിത്യ സുല എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ആദിത്യ സുല വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയൊക്കെ നടത്തുന്ന ആളാണ്. പഴയ ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യനൊക്കെ ആയിരുന്നു, ഈ അണ്ടർ 19 ഒക്കെ. അപ്പോൾ ഈ ആദിത്യ സുലയുടെ വിവാഹം നവംബറിൽ നടന്നപ്പോൾ മറ്റേ 1 കോടി രൂപ ഈ റാപ്പിഡോ ടാക്സി ഡ്രൈവറുടെ അക്കൗണ്ടിൽ നിന്നാണ് 1 കോടി രൂപ പോയിരിക്കുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ ഇതിനൊരു കോൺഗ്രസ് ബന്ധവും വരുന്നുണ്ട്. ഇത് ഈ റാപ്പിഡോ ബൈക്ക് ടാക്സി ഡ്രൈവറുടെ അക്കൗണ്ടിലേക്ക് 2024 ഓഗസ്റ്റ് മുതൽ ഈ കൊല്ലം ഏപ്രിൽ വരെയാണ് ഈ 336 കോടി രൂപ വന്ന് കൈമാറിപ്പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രൈവറെ ഈ അക്കൗണ്ടുകാരനെ തേടി പിടിച്ചു ED. അപ്പോഴാണ് ഡൽഹിയിൽ ചെറിയ 2 മുറി മാത്രമുള്ള ഒരു സ്ഥലത്ത് പരിമിതമായ സൗകര്യത്തിൽ താമസിക്കുന്ന ദിവസം 500 രൂപ മാത്രം വരുമാനമുള്ള ആളാണെന്ന് കണ്ടെത്തിയത്. ഇതെങ്ങനെ എന്നുള്ളതാണല്ലോ ഇനിയുള്ള ചോദ്യം. അതെ, ഇതിന് മ്യൂൾ അക്കൗണ്ട് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അധികം വിനിമയങ്ങൾ നടക്കാത്ത, ഈ അക്കൗണ്ട് ഉടമ ശ്രദ്ധിക്കാത്ത അക്കൗണ്ടുകൾ ബാങ്കുകളിൽ ഉണ്ടാവുമല്ലോ. ഇത് ഈ അനധികൃതമായിട്ട് ചില ആളുകൾ, ചില കേസുകളിൽ ഇത് വാടകയ്ക്ക് എടുത്തിട്ട് എന്ന് പറയാം, ചിലത് ഈ KYC വിവരങ്ങൾ ഉണ്ടല്ലോ, നോ യുവർ കസ്റ്റമർ, KYC വിവരങ്ങൾ എടുത്തിട്ട് വ്യാജമായിട്ട് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കുക, അങ്ങനെ ചെയ്യാം. ഇതിനാണ് ഈ മ്യൂൾ അക്കൗണ്ട് എന്ന് പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്നതിന്. അപ്പോൾ ഓൺലൈൻ ബെറ്റിംഗ് നെറ്റ്വർക്ക് 1xBet, അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ED ഇതൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്.
1/bet അവരുടെ അനധികൃതമായ പരിപാടികൾക്ക് പണം അയക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മ്യൂൾ അക്കൗണ്ട് ആണ് ഈ ബൈക്ക് ടാക്സിക്കാരൻ്റെ അക്കൗണ്ട്. അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾക്ക് ഇതേപ്പറ്റി ഒരു വിവരമില്ല എന്നയാൾ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ട്രാൻസാക്ഷൻ നടന്നതായിട്ട്. റാപ്പിഡോ പറഞ്ഞിട്ടുണ്ട്, റാപ്പിഡോയെ സംശയിക്കാമല്ലോ, റാപ്പിഡോയ്ക്ക് ഒരു പങ്കുമില്ല എന്ന് റാപ്പിഡോയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ മുമ്പും ക്രിക്കറ്റർമാരുമായി ബന്ധപ്പെട്ട പന്തയം വയ്പ്, വാതുവയ്പ് പ്രശ്നങ്ങളിൽ ഇത്തരം മ്യൂൾ അക്കൗണ്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ശിഖർ ധവാൻ, സുരേഷ് റൈന അവർക്ക് അജ്ഞാത ഉറവിടങ്ങളിൽ നിന്ന് പണം കിട്ടിയിരുന്നു, അങ്ങനെ ലേഡി കണ്ടെത്തിയത്. അപ്പോൾ ഈ അജ്ഞാത ഉറവിടങ്ങളിൽ നിന്ന് 331 കോടി രൂപ വരുന്നു, ദുരൂഹമായ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസാക്ട് ചെയ്ത് പോകുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഈ ആദിത്യ സുല എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, ഗുജറാത്ത് രാജസ്ഥാൻ അതിർത്തിയിലാണ് അയാളുടെ പ്രവർത്തനങ്ങളൊക്കെ. റിയൽ എസ്റ്റേറ്റ് കമ്പനി ഉണ്ട്, ശിവ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ കുടുംബമാണ് ഈ ആദിത്യ സുലയുടേത്. താജ് ആരാവല്ലി റിസോർട്ടിലാണല്ലോ കല്യാണം നടന്നത്. അപ്പോൾ അവിടുത്തെ രേഖകൾ നോക്കി ഇടി. അങ്ങനെ നോക്കുമ്പോൾ അയാളുടെ കല്യാണത്തിന് നടന്ന അലങ്കാരങ്ങളില്ലേ, പുഷ്പം തുടങ്ങി, ലൈറ്റ് തുടങ്ങി, അത് ആ വിവാഹത്തിന് ഉപയോഗിച്ച കാറുകൾ, പിന്നെ മുറികൾ ബുക്ക് ചെയ്തത്, പിന്നെ അതുപോലെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് കൊടുത്ത പണം, ഗസ്റ്റുകൾക്ക് വേണ്ടി വന്നിട്ടുള്ള ചെലവ്, ഇത് മുഴുവൻ ഈ ബൈക്കുകാരൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള പൈസയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പറഞ്ഞാൽ ബൈക്കുകാരൻ്റെ അക്കൗണ്ടിൽ 331 കോടി വന്നതിൽ നിന്ന് പണമെടുത്ത് ഈ താജിലെ കല്യാണത്തിൻ്റെ ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നത് ഈ ബൈക്കുകാരൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള പണമാണ്. അപ്പോൾ ബൈക്കുകാരൻ്റെ അക്കൗണ്ട് ഈ ആദിത്യ സുല എങ്ങനെ, എന്തിന്, അയാൾക്ക് ഈ ബെറ്റിംഗ് ആപ്പുമായിട്ടൊക്കെ എന്ത് ബന്ധം അല്ലേ? ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് കേരളത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ലേ, അവിടെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഇങ്ങനെ പെട്ടുകിടക്കുന്നു. 2015 19ാമത്തെ വയസ്സിൽ നാഷണൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കിട്ടിയ ആളാണ് ഈ ആദിത്യ സുല. ഇയാളുടെ അമ്മാവൻ ദിലീപ് ആയാച്ചി ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യനുമായിരുന്നു അമ്മാവൻ. ഗാന്ധിധാം സ്വദേശിയാണ് ഈ ആദിത്യ സുലെ. സ്വന്തമായിട്ട് ഇയാൾക്ക് ഷൂട്ടിംഗ് റേഞ്ച് ഉണ്ട്, എന്ന് പറഞ്ഞാൽ വെടിവെച്ചുകൊണ്ടിരിക്കാനായിട്ട് ഷൂട്ടിംഗ് റേഞ്ച് ഉണ്ട്. ശിവം കൺസ്ട്രക്ഷൻസ് ഇയാളുടെ കമ്പനിയാണ്, അതിൻ്റെ MD ആണ് ഈ ആദിത്യ സുലെ. പിന്നെ പൃഥ്വിരാജ് റൈഫിൾ ഷൂട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ വെടിവെക്കൽ ഷൂട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കുന്ന സ്ഥാപനം ഉണ്ട്. മറ്റേ രാഹുൽ ഗാന്ധിയും വലിയ വെടിക്കാരനായിരുന്നു എന്നുള്ളത് അറിയാമല്ലോ അല്ലേ? ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ദേശീയ ജൂനിയറോ 4ാം സ്ഥാനം കിട്ടി എന്നുള്ള ഗ്രേസ് മാർക്ക് വെച്ചിട്ടാണ് ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് രാഹുൽ ഗാന്ധിക്ക്. അപ്പോൾ അങ്ങനെയും പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഒരു പോക്ക്. സാറേ, ഈ വാതുവയ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. അതിൽ ഈ പ്രത്യേകിച്ച് ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട വാതുവയ്പിലാണ് ഇപ്പം ഈ സുരേഷാന്തും പ്രതിയല്ല. അതെ, അങ്ങനെ പിന്നെ ഊരി പോകുന്നു. അപ്പോൾ അതൊരു വലിയ ബിസിനസ് പോലെയാണ്. പക്ഷേ ഇവിടെ ഒരു ബൈക്ക് ടാക്സി ഡ്രൈവറെ മുന്നിൽ വെച്ചുകൊണ്ട് കളിക്കുന്ന ആ ഒരു നീക്കമുണ്ടല്ലോ, അത് ശരിക്കും അപകടകരമല്ല. ഇപ്പോൾ ഒരാളിലേക്കാണ് അന്വേഷണം എത്തിയെങ്കിൽ ഇതുപോലുള്ള കളികൾ പലരിലേക്ക് ഇതിനു മുമ്പും ശേഷവും എത്തിയിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. അതിൽ ഞാൻ ഇതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു സൂചന പറഞ്ഞു. കാരണം ഫേക്ക് ഓർ ഹയേർഡ് അക്കൗണ്ട് ആകാം ഈ മ്യൂൾ അക്കൗണ്ട് എന്ന് പറഞ്ഞില്ലേ, ഹയേർഡും ആകാം എന്ന് പറഞ്ഞില്ലേ. കാരണം ഇങ്ങനത്തെ പാവപ്പെട്ട മനുഷ്യരെ ആരും സംശയിക്കില്ലല്ലോ. അപ്പൊ ഞങ്ങൾ തനിക്ക് ഇത്ര ലക്ഷം രൂപ തന്നേക്കാം, ഞങ്ങൾ തന്റെ അക്കൗണ്ട് ഉപയോഗിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഇടപെടാം. നേരിട്ട് പൈസ കൈ കൊടുത്താൽ മതിയല്ലോ, കുറച്ച് പൈസ ഒക്കെ കൊടുത്താൽ മതിയല്ലോ. EDയും ഇൻകം ടാക്സും ഒക്കെ ബൈക്ക് ടാക്സിക്കാരനൊക്കെ അന്വേഷിച്ചു ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അങ്ങനെ ഹയർ ചെയ്യുന്ന അക്കൗണ്ടുകളുണ്ട്.
പക്ഷെ ഈ പർട്ടിക്കുലർ കേസിൽ ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം ഇയാൾക്ക് ഒരറിവും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴും പ്രശ്നമുണ്ട്. ബാങ്ക് അക്കൗണ്ട് അല്ലേ വലിയ തുകകൾ ട്രാൻസാക്ട് ചെയ്യുന്നത്, ബാങ്ക് അധികൃതർ അറിയാതെ വരുമോ? അതൊരു പ്രധാന പോയിന്റ് ആണല്ലോ അല്ലേ. ഈ പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചർച്ച ചെയ്യാത്ത വേറൊരു സംഭവമുണ്ട്. ഒരു സ്ത്രീയുടെ ഡൽഹിയിലെ അക്കൗണ്ടിൽ നിന്ന് ഈ മറ്റേ അറസ്റ്റ് ഉണ്ടല്ലോ, ഡിജിറ്റൽ അറസ്റ്റ്, 32 കോടി രൂപ ട്രാൻസാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. 185 ട്രാൻസാക്ഷനുകൾ, ഡിജിറ്റൽ അറസ്റ്റ്. അവരുടെ മകൻ്റെ കല്യാണം നടക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ കല്യാണം കുഴപ്പിപ്പോകുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഇവര് ഓരോ സെക്കൻഡും മറ്റേ കൊള്ളക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവിതം മൊത്തം പണയം വെച്ച പോലെ. 32 കോടി രൂപ. അതും ബാങ്ക് അധികൃതർ അറിയാം. അത് ബാങ്ക് അങ്ങനത്തെ പണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് അധികൃതർ അറിയാതിരിക്കുമോ? ഇത് മൊത്തം ഈ ഡിജിറ്റൽ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ബാങ്ക് അധികൃതർ ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ള ചോദ്യമില്ലേ? അപ്പോൾ ഒരു റാക്കറ്റ് ഉണ്ടാകാം, അതിൻ്റെ അകത്തൊരു റാക്കറ്റ് ഉണ്ടാവണം. അപ്പോൾ അതാണ് ബാങ്ക് അധികൃതരുടെ പങ്കും കൂടി ഇതിൻ്റെ അകത്ത് വളരെ പ്രധാനമാണ്. അപ്പോൾ ബാങ്ക് അധികൃതരെ ആയിരിക്കും ഈ ബെറ്റിംഗ് ആളുകൾ സമീപിക്കുന്നത്. ഇങ്ങനത്തെ മ്യൂൾ അക്കൗണ്ടുകൾ ഏതൊക്കെയുണ്ട് ഒരു ട്രാൻസാക്ഷനും വരാത്തത് ഉണ്ട്, അതൊക്കെ പിടിക്കാമല്ലോ. ഇതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ തനിക്ക് ഇത്ര പൈസ തരാം എന്ന് പറഞ്ഞിട്ട് മാനേജർക്കോ അക്കൗണ്ടന്റിനോ ഒക്കെ ചിലരെയൊക്കെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 11,000 കോടി രൂപ ഇല്ലേ? അതെ. ചോക്സിയും മോദി മറ്റേ എന്താണ് മറ്റേ ജ്വല്ലറി നടത്തിയിരുന്നേ, മോദി എല്ലാം കൊണ്ടുപോയില്ല. അതെ അതെ. അപ്പോൾ ഇങ്ങനത്തെ ഈ സമ്പൂർണ്ണ തരികിട ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയക്കാരുണ്ട് അല്ലേ? അതെ. രാഷ്ട്രീയക്കാർ, ബെറ്റിംഗ് ആപ്പുകാർ, ക്രിക്കറ്റർമാർ, വലിയൊരു തരികിട സംഘത്തിൻ്റെ കഥയാണ് ഈ 331 കോടി രൂപ ചകഞ്ഞു വരുമ്പോൾ കിട്ടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.